കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ബിനി ഫിലിപ്പ്, കൃഷി ഓഫീസർ ശ്രീ സജി, വേദിയിലിരിക്കുന്ന മറ്റേ മുനിസിപ്പൽ കൗൺസിലർമാരെ, ഒപ്പം അച്ഛ, ഏറ്റവും സ്നേഹമുള്ള കാർഷിക വികസന സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട കർഷകരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനം കർഷക ദിനമായി ആചരിക്കുന്ന ഒരു മംഗള മുഹൂർത്തമാണല്ലോ ഇപ്പോൾ. നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം ഇന്ന് കർഷക ദിനമായി ആചരിച്ചുകൊണ്ട് ഈ ചിങ്ങം 1-ാം തീയതി മികച്ച കർഷകരെ ആദരിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഞാൻ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കർഷക ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മികച്ച കർഷകരായി തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് എത്തിയിട്ടുള്ള അച്ഛനടക്കമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മണ്ണിൽ പണിയെടുത്ത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അന്നം നൽകുന്നവരാണ് കർഷകർ. കർഷകരില്ലായെങ്കിൽ നമ്മുടെ സംസ്ഥാനം എല്ലാ പ്രദേശവും തന്നെ ഒരു മരുഭൂമി പോലെ കിടക്കും എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് കർഷകരാണ്. നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും ഭക്ഷണം ലഭിക്കില്ല. ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളെയോ ഒക്കെ അവരെ സമീപിക്കേണ്ടി വരും. അതുപോലെ തന്നെ വിഷലബ്ധമായ ഭക്ഷണങ്ങളായിരിക്കാം നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കർഷകർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൃഷി ചെയ്തൊരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വളർന്നു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. പക്ഷേ അത്യാധുനിക രീതിയിലുള്ള ഇസ്രായേൽ ഒക്കെ അവലംബിക്കുന്ന രീതിയിലുള്ള കൃഷികൾ നമ്മൾ ആരംഭിച്ചാൽ തീർച്ചയായും നമുക്ക് വൻ ലാഭത്തിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതിന് ഒരുപാട് ട്രെയിനിങ്ങും അതുപോലെ ഒരുപാട് മെഷീനറികളുടെ ആവശ്യവുമുണ്ട്, ഒരുപാട് പണച്ചെലവുമുണ്ട്. ഏതായാലും ഭാവിയിൽ അത്തരം കൃഷികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ, പ്രതീക്ഷിക്കാം. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഒരുപാട് സാധനങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, അല്ലെ കാർഷിക സാധനങ്ങൾ, വിത്തുകൾ, അതുപോലെ തൈകൾ, ഇതൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ കോൺട്രിബ്യൂഷൻ കർഷകരുടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗവും സൗജന്യമായി തന്നെയാണ്. അതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പലപ്പോഴും ഇത് പലരും അധികം ഇതിലോട്ട് മുന്നോട്ട് വരുന്നില്ല. ഇപ്രാവശ്യമാണെങ്കിൽ തന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ പോലും ഇതിലേക്ക് മുന്നോട്ട് വരുവാൻ ആൾക്കാർ കുറവാണ് വരുന്നത്. കാരണം അവരുടെ എല്ലാം സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയാനുള്ള ഒന്നാണ്, ഇതൊക്കെ നട്ടു വളർത്തിയാലും അത് നമുക്കതിന് ഫലമെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ കീടങ്ങളുടെ ആക്രമണം, അതുപോലെ തന്നെ പ്രകൃതി, നമുക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് കൃഷി ഒരു ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഭാവിയിൽ അതിലൊക്കെ മാറ്റം വരും. അതിനുവേണ്ടി സർക്കാർ ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സബ്സിഡി നൽകുവാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ താങ്ങുവില നൽകുവാൻ ശ്രമിക്കുന്നുണ്ട്. അവർ തരുന്നുണ്ട്. നമ്മുടെ കർഷകരെ ചേർത്ത് നിർത്തുന്നതിന് മുനിസിപ്പാലിറ്റിയും അതുപോലെ നമ്മുടെ സർക്കാരും ഒക്കെ പ്രതിജ്ഞാബദ്ധരാണ്. തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ നല്ല നിലയിലേക്ക് കർഷകരെ ഉയർത്തുവാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കർഷകരില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനം ഒരു മരുഭൂമിയായി മാറിക്കഴിയും. നമ്മളൊക്കെ മറ്റു സംസ്ഥാനങ്ങളെയും മറ്റു രാജ്യങ്ങളെയും ഭക്ഷണത്തിനായിട്ട് അവരെയൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കർഷക ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കർഷക ദിന ആചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സനീർ ആദരിക്കപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രതിനിധികളായ മാതൃക കർഷകരുടെ പ്രതിനിധികളായ ഫാദർ ജോസഫ് പകര, ശ്രീ ഓമനക്കുട്ടൻ പാടപ്പുലിക്കടൽ, ശ്രീ ക്രിസ്ത്യാന മോഡി, ശ്രീ റയാൻ ടോണിയനോടി, വിവിധ പദ്ധതികളെക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടേണ്ട ഒത്തിരി ആനുകൂല്യങ്ങൾ, പദ്ധതികൾ എല്ലാം നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു. കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും ആശംസകൾ നേരുന്നു. യോഗത്തിൻ്റെ
വൈസ് ചെയർപേഴ്സൺ ബഹുമാനിയായ ശ്രീമതി ബിജി ജിജോ അവർ ഇന്ന് ഉദ്ഘാടന കർമ്മയും കർഷക